എന്നാണ് ആദ്യമായി ഭൂമിയിൽ മഴ പെയ്തത്? മഴയുടെ തുടക്കം എങ്ങനെയായിരുന്നു? കൗതുകമുണർത്തുന്ന കേൾക്കാത്ത ആ മഴ ചരിത്രം കേൾക്കാം. ഏകദേശം 4.5 ബില്യൺ കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമി രൂപപ്പെടുന്നത്. അതായത് ഇന്ന് ഭൂമിക്ക് 450 കോടി വയസ്സായിരിക്കുന്നു. ആദ്യകാലത്ത് ഭൂമി ഒരു തീപ്പന്തം പോലെയായിരുന്നു. ലാവയും അഗ്നിപർവ്വതങ്ങളും മെറ്റിയോർ ഇടികളും നിറഞ്ഞ ഒരു ഭീമൻ തീക്കോളം. വികിരണം എന്ന പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന ചൂട് പുറത്തേക്ക് പോവാൻ ആരംഭിച്ചു. ശൂന്യാകാശത്തിലേക്ക് ലയിച്ചുകൊണ്ടിരുന്നു. അന്തരീക്ഷം വളരെ തണുപ്പുള്ള പ്രതലമായതുകൊണ്ട് ഭൂമി തണുക്കാൻ തുടങ്ങി. ഭൂമിയുടെ പുറംഭാഗം ആദ്യം ആ തണുപ്പറിഞ്ഞു. അങ്ങനെ ഭൂമി തണുത്തപ്പോൾ വായുവിലുള്ള ജലബാഷ്പം മേഘങ്ങളായി മാറി. മേഘങ്ങൾ തണുത്ത് ഭൂമിയിൽ മഴത്തുള്ളികളായി വീണു. ഈ മഴ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം തുടർന്നതായി ശാസ്ത്രജ്ഞർ കരുതുന്നു. ഇങ്ങനെ നിൽക്കാതെ പെയ്ത മഴയിൽ സമുദ്രങ്ങൾ രൂപപ്പെട്ടു. സൂര്യന്റെ ചൂടേറ്റ് സമുദ്രങ്ങളിൽ നിന്നുള്ള വെള്ളം ആവിയായി ഉയർന്ന മേഘങ്ങളായി. മേഘങ്ങൾ തണുത്ത് മഴയായി. സംഹരണവും ബാഷ്പീകരണവും ചേർന്നുള്ള പ്രക്രിയയായി. പിന്നെ അത് ജലചക്രം എന്ന പ്രകൃതിദത്ത രീതിയായി മാറി. ലോകത്തിലെ സകല മതങ്ങളിലും മഴയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മഴയെ ശാസ്ത്രീയമായി മാത്രമല്ല ആത്മീയമായും മനുഷ്യർ കാണുന്നു. ഹിന്ദു മതത്തിൽ മഴയുടെ ദൈവം ഇന്ദ്രദേവനായാണ് വിശ്വാസം. യാഗങ്ങളും പൂജകളും വഴി മഴ ലഭിക്കാൻ പ്രാർത്ഥിച്ചിരുന്നതായി ഗ്രന്ഥങ്ങൾ പറയുന്നു. മഴലബ്ധിക്ക് വരുണയാഗം നടന്നതായി പൗരാണിക ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഋഗ്വേദത്തിൽ മഴയെക്കുറിച്ച് നിരവധി മന്ത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട പല ഉത്സവങ്ങളും മഴയെ ആശ്രയിച്ചാണ് നടത്തിവരുന്നത്. മഴ ദൈവിക ശക്തിയുടെ പ്രതീകമായി ഹിന്ദു മതവിശ്വാസികൾ ആചരിക്കുന്നു. ഇസ്ലാം മതഗ്രന്ഥമായ ഖുർആനിൽ മഴ അള്ളാഹുവിന്റെ കരുണയായി പറയുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ ദുആ ചെയ്യുന്നത് പ്രധാനമാണെന്നും ഇസ്ലാം മതം പറയുന്നു. മഴ ലഭിക്കുന്നതിനു വേണ്ടി പ്രത്യേക നമസ്കാരമായ ഇഫ്തിഖാദ് നമസ്കാരവും വിശ്വാസികൾ ചെയ്തു വരുന്നു. ഖുർആനിൽ സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 164-ാം ആയത്തിൽ മഴ അള്ളാഹുവിന്റെ ശക്തിയുടെ അടയാളമാണെന്ന് വ്യക്തമാക്കുന്നു. മഴ ജീവിതത്തിനുള്ള അനുഗ്രഹമായിട്ടാണ് ഇസ്ലാം മതവിശ്വാസികൾ. ക്രിസ്തുമത അടിസ്ഥാന ഗ്രന്ഥമായ ബൈബിളിൽ ദൈവം മനുഷ്യർക്കായി മഴ അയക്കുന്നു എന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അനുഗ്രഹത്തിന്റെയും കൃപയുടെയും അടയാളമായാണ് മഴയെ ക്രിസ്തുമത വിശ്വാസികൾ കരുതപ്പെടുന്നത്. ബൈബിളിൽ യാക്കോബ് 5-ാം അധ്യായത്തിൽ 17-18 വാക്യങ്ങളിൽ ഏലിയ എന്ന പ്രവാചകൻ മഴയ്ക്കായി പ്രാർത്ഥിക്കുകയും മഴ നിർത്തുകയും വീണ്ടും വരുത്തുകയും ചെയ്തതായി പറയുന്നു. മഴ ദൈവത്തിന്റെ കൃപയായി ക്രിസ്തുമത വിശ്വാസികൾ വിശ്വസിക്കുന്നു. മഴയെ സമത്വത്തിന്റെയും ശാന്തതയുടെയും പ്രതീകമായിട്ടാണ് ബുദ്ധമത വിശ്വാസികൾ കാണുന്നത്. മഴയില്ലാതെ ജീവനില്ല എന്ന സന്ദേശമാണ് സർവ്വ മതങ്ങളും ഓർമ്മിപ്പിക്കുന്നത്. നന്ദി, വിനയം, പ്രകൃതിയോടുള്ള ബഹുമാനം എന്നീ 3 കാര്യങ്ങളാണ് മഴ മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഒരു നിർണായക അറിവെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്ക് അടിക്കുക. ഇതുപോലെ ചരിത്രത്താളുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. സൈനിങ് ഓഫ്.